അതുൽ പിള്ള, ഇപ്പോൾ നേവി സ്ഥിരീകരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഒന്ന്, അവിടെ നിന്നും ചില തെളിവുകൾ, ഡീറ്റെയിൽസ് ലഭ്യമാണ്. അത് അർജുൻ്റെ വാഹനത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒന്ന് റോപ്പ്, അവിടുത്തെ കയറും മാത്രമാണ്. ബാക്കി ലോഹഭാഗങ്ങൾ മറ്റൊരു ടാങ്കറിൻ്റെ. അത് എന്താണ് ഇപ്പോൾ നേവിക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ? നേവി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കോൺടാക്ട് പോയിന്റ് 1 കോൺടാക്ട് പോയിന്റ് 2 ഇടയ്ക്ക് സെർച്ച് ചെയ്യുവാണ്. സ്റ്റാർട്ടിങ് നമ്മൾ കോൺടാക്ട് പോയിന്റ് 1 സെർച്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടെ അവൈലബിൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഫുൾ കല്ലുകളായിരുന്നു. അങ്ങനെ നേവി കോൺടാക്ട് 2 ഷിഫ്റ്റ് ചെയ്ത സെർച്ച്. അപ്പം ഈ കോൺടാക്ട് 1 2 ഇടയ്ക്ക് സ്പ്രെഡ് ആയി കിടക്കുക ഐറ്റംസ്, ഈ റോഡ്സും ഈ മെറ്റൽ ഷീറ്റും ഒക്കെ. അപ്പോൾ അവർക്ക് ഒക്കുന്നത് അവര് താഴെ 95 ചെയ്തിട്ട് മേപ്പോട്ട് കൊണ്ടുവരുന്നത്. ശ്രീ അതുൽ പിള്ള, നേവിക്ക് സാധ്യമായ കാര്യങ്ങൾ എന്താണ്? നേവിക്ക്, കാരണം ഡൈവേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കഴിയുന്ന കാര്യങ്ങൾ എത്രത്തോളമാണ്? ഇത് അടിയിൽ നിന്നും കാര്യങ്ങൾ കണ്ടെത്തുക എന്നത് സംബന്ധിച്ച്. നേവി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ടെക്നോളജി യൂസ് ചെയ്ത് സോണാർ യൂസ് ചെയ്തിട്ട് നമ്മൾ മാപ്പിംഗ് ചെയ്തു, അണ്ടർസീ മാപ്പിംഗ് ചെയ്തു. അണ്ടർസീ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബബിൾ ലൊക്കേഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് 3-4 ലൊക്കേഷൻസ് നമ്മൾ കണ്ടെടുത്ത്, അത് കഴിഞ്ഞിട്ട് ഇനി അത് കൺഫേം ചെയ്യാൻ വേണ്ടിയാ ഡൈവേഴ്സ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഡൈവേഴ്സ് ഇറങ്ങി കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ കാണുന്നതും കിട്ടുന്നതും അവർ മേളി വന്നിട്ട് പറയുന്നത്, അവർക്കത് അവിടെ കാണുന്നുണ്ടെങ്കിൽ അവർ 100% പറയും മേളി വന്നിട്ട് അവിടെ ട്രക്ക് ഉണ്ട്. അവർക്കിപ്പോൾ അവിടെ കിട്ടുന്നില്ല, അവിടെ പാറകളും മണ്ണും എല്ലാം അടിഞ്ഞു കിടക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അവർ എന്തോ അവിടെ കാണുന്നത് അതാ അവർ ചെയ്യുന്നത് അവിടെ. സോ ദേ ആർ ദി എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ്. മറ്റെന്തെങ്കിലും അഡീഷണൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവരേണ്ടതുണ്ടോ? ഇന്ത്യൻ നേവി ഈ ഒരു ഓപ്പറേഷന് വേണ്ടി എന്തൊക്കെ വിത്ത് അവൈലബിൾ റിസോഴ്സസ് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അത് നേവി ചെയ്യും എന്നോട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് കർണാടക നേവൽ ഏരിയ. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നേവിയുടെ നിർദ്ദേശമാണോ എന്ന് കൺഫേം അല്ല. മറ്റ് അവിടുത്തെയുള്ള ജില്ലാ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു തീരുമാനമാണ്. നേവിയുടെ കൈവശമുള്ള കാര്യങ്ങൾ എന്താണ്? കാരണം ആഴത്തിലാണിത് വാഹനങ്ങളുടെ പാർട്സ് ആയാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അത് ഉയർത്തണമെങ്കിൽ ഒരുപാട് ശ്രമകരമാണ്. അപ്പോൾ നേവിക്ക് അതിനൊക്കെ പരുവപ്പെട്ട മെഷീൻസൊക്കെ ഉണ്ടോ? നേവി ഡ്രഡ്ജിങ് ചെയ്യാറില്ല. ഡ്രഡ്ജിങ് ചെയ്യുന്നത് ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ അത് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല ഡ്രഡ്ജിനെ പറ്റി. ഞങ്ങൾക്ക് നേവിക്ക് ചെയ്യാൻ പറ്റുന്നത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് സൈറ്റ് സ്കാൻ, അണ്ടർസീ മാപ്പ് ചെയ്യാം. അതുപോലെ ഞങ്ങളുടെ എക്സ്പെർട്ടൈസ് ഉള്ള ഡൈവേഴ്സ് ഡൈവ് ചെയ്തിട്ട് അവിടെ എന്തുവാ കിടക്കുന്നത്, അവർ എങ്ങനെ സാധനങ്ങൾ അവർക്ക് എന്തെങ്കിലും അവിടെ കിട്ടുവാണെങ്കിൽ അവർക്ക് അതിനെ ഒരു അറ്റാച്ച് ചെയ്യാൻ പോയി ഒരു റോപ്പോ വയർ റോപ്പോ വെച്ചിട്ട് ഇതൊക്കെ നേവിക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ ഡൈവേഴ്സിനെ കുറിച്ച് ഡൈവേഴ്സ് ഡൈവ് ചെയ്യുമല്ലോ. ദേ ആർ എക്സ്പേർട്ട് ഇൻ ഡൈവിങ്. അവർ ഡൈവിങ് ചെയ്ത് അവർക്ക് ഈ ഒരു അൺസ്യൂട്ടബിൾ കണ്ടീഷനിലും അവർ ഡൈവ് ചെയ്തിട്ട് അവർക്ക് അവിടെ എന്തുവാ കാണുന്നത് എന്തുവാ കിട്ടുന്നത് വെച്ചാൽ അവർ മാക്സിമം അവർ ട്രൈ ചെയ്യും കൊണ്ടുവരാൻ. അറ്റ്ലീസ്റ്റ് അവർ വന്ന് മേളിൽ പ്രൈസറിനോട് പറയും ഓക്കെ ഇവിടെ ഇതാ കിടക്കുന്നതാണ്. എന്തായാലും ഇന്ന് എത്രത്തോളം സമയം തിരച്ചിൽ തുടരും? വിസിബിലിറ്റി എത്ര നേരം ഉണ്ടോ അത്രയും നേരം ടൈം ചെയ്യും. നാളെ എന്തായാലും ഇല്ല, മറ്റന്നാൾ വീണ്ടും പുനരാരംഭിക്കുമല്ലേ? അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ക്ലിയറൻസ് തരുവാണെങ്കിൽ അത് ചെയ്യും. എന്തായാലും ഒരു പോസിറ്റീവ് സൈൻ ആണ് ഈ ലൊക്കേഷനിൽ കാണുന്നതല്ലേ? ഓബ്വിയസ്ലി, ബിക്കോസ് ഇതുവരെ നമുക്ക് ആ ഷീറ്റ് അറിയാൻ വയ്യ, ഏത് ഷീറ്റ് ഏത് കമ്പികളൊന്നും അറിയാൻ വയ്യ. പക്ഷെ ഇനി അവരിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അവർ കണ്ടിന്യൂസ് ഇനിയിപ്പോ അവർ ഡൈവ് ചെയ്ത് വി എക്സ്പെക്ട് സംതിങ് അവർക്ക് കാണുന്നത് കിട്ടുന്നത് പോസിറ്റീവ് ആൻസർ ആയിട്ട് നമുക്ക് വി ഗെറ്റ് ഓൾ പ്രൈസ്. ശരി, വളരെ നന്ദി സർ. അതുൽ പിള്ളയാണ്, PRO ആണ് നമ്മുടെ പ്രതികരിച്ചത്.